ഓക്കെ, അപ്പോൾ അവിടെ എന്താ പറയുക, നമ്മുടെ വ്യൂ എഡിറ്റ് ഹിസ്റ്ററി ലീഡിൻ്റെതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ സെയിൽസ് എഞ്ചിനീയർ, എസ്റ്റിമേഷൻ എഞ്ചിനീയർ, അപ്പോൾ ആരാന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്ത അയാളുടെ പ്രൊഫൈൽ അവിടെ കാണിക്കുന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ അതിലേക്ക് സൈറ്റ് വിസിറ്റ് റിപ്പോർട്ട് ആഡ് ചെയ്യണമെന്നാണ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, നമ്മൾ സൈറ്റ് വിസിറ്റ് ആഡ് ചെയ്യാനെ കൊണ്ട് പ്രോജക്റ്റ് എഞ്ചിനീയർ എന്ത് ചെയ്യുന്നു, ലോഗിൻ ആവുന്നു. അപ്പോൾ ഇവിടെ ലീഡ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ന്യൂ സൈറ്റ് വിസിറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഓരോ ലീഡിനും ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി അവിടെ ആഡ് ചെയ്ത് വെച്ചിരുന്നു. ഞാനിപ്പോൾ ഇടയ്ക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തത് അതിനകത്തിൽ കട്ടായിപ്പോയി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഓൾറെഡി അങ്ങനെ ന്യൂ സൈറ്റ് വിസിറ്റ് എൻ്റർ ചെയ്ത് കൊടുത്ത് ഓൾറെഡി ഒരെണ്ണം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സൈറ്റ് വിസിറ്റിൻ്റെ ഫീൽഡുകൾ. ഇത് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് മാറ്റാവുന്നേ ഉള്ളൂ. ഓക്കെ, ഞാനത് ആഡ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്തിരുന്നു, പക്ഷേ അത് പോയി കട്ടായിപ്പോയി, ഞാനത് ശ്രദ്ധിച്ചില്ല, വീഡിയോ സ്റ്റോപ്പായത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ സൈറ്റ് വിസിറ്റ് ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ മൾട്ടിപ്പിൾ സൈറ്റ് വിസിറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ പ്രോജക്റ്റ് എഞ്ചിനീയേഴ്സിന് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രോജക്റ്റ് എഞ്ചിനീയേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സൈറ്റ് വിസിറ്റുകൾ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ റോയിൽ വന്ന് കിടക്കും. അതേപോലെ ഇതിനകത്തിൽ പല എഡിറ്റുകൾ എന്ത് ചെയ്യാം, പല ആളുകൾക്കും ചെയ്യാൻ പറ്റും. അതായത് എസ്റ്റിമേഷൻ എഞ്ചിനീയർക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ പല പ്രോജക്റ്റ് എഞ്ചിനീയേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത എഡിറ്റുകളൊക്കെ നമ്മൾ ലീഡ്സിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യും, അതിൻ്റെ ഹിസ്റ്ററി ട്രാക്ക് ചെയ്യും. ഇവിടെ ബൈ യു എന്ന് പറഞ്ഞു കൊടുത്താൽ ഇത് തന്നെതാനെ എഡിറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അത് വേറെ ആരെങ്കിലും കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രോജക്റ്റ് എഞ്ചിനീയർ ആണ്, അപ്പം എസ്റ്റിമേഷൻ എഞ്ചിനീയർ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അയാളുടെ പ്രൊഫൈൽ കാണിക്കും. വ്യൂവിൽ പോയി കഴിഞ്ഞാൽ വ്യൂ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വ്യൂ പ്രൊഫൈൽ കൊടുക്കുക. ഉണ്ട്, അപ്പോൾ പ്രോജക്റ്റ് എഞ്ചിനീയർ ആണെന്നുള്ളത് ഇവിടെ കാണിക്കും. അതേപോലെ ആഡ് ചെയ്ത ആളുടെ പ്രൊഫൈൽ ഇവിടെ എന്ത് ചെയ്യും, കാണിക്കുന്നുണ്ട്. അതായത് സൈറ്റ് വിസിറ്റ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പോർട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഒരു PDF ഡൗൺലോഡ് ആവും. ഓക്കെ, അപ്പോൾ ആ PDF ആണ് നമ്മുടെ സൈറ്റ് വിസിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ ലീഡ്സിൻ്റെ ഡാറ്റാസ്, അതേപോലെ സൈറ്റ് വിസിറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇത്. ഓക്കെ, അങ്ങനെ കുറച്ച് ടെക്സ്റ്റുകൾ ഞാൻ തന്നെ ജസ്റ്റ് ഒരു ഫോർമാറ്റ് ചെയ്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ, എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഇതുവരെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ്, നമ്മുടെ ലീഡ് സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുക്കലാണ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മൾ ലാസ്റ്റിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നേരത്തെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിരുന്നത്. ഓക്കെ, അതായത് സൈറ്റ് വിസിറ്റ് ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ അപ്രൂവലിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പം കുറച്ചുകൂടി ചെയ്യാനുണ്ട്. നമുക്ക് ഓഡിറ്റ് ലോഗ്സ്, നോട്ടിഫിക്കേഷൻസ്, അതേപോലെ തന്നെ നമുക്ക് പ്രൊഫൈല് കാര്യങ്ങളൊക്കെ, അതായത് യൂസേഴ്സിൻ്റെ കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇനിയും ചെയ്യാൻ കിടക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.